ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. പ്രായം നമ്മിൽ മോഹം നൽകി മോഹം നെഞ്ചിൽ താരം നൽകി ഹരം നെഞ്ചിൽ. നീ ഇത് റെഡിയായില്ലേ? കല്യാണത്തിന് പോട്ടെ. എടി കല്യാണത്തിന് പോട്ടെ, സമയമായി, വേറെ റെഡിയാവോ? ഓ ഞാനങ്ങ് വരുന്നില്ല. അതെന്ത് പണിയാ? അവർ ഇവിടെ വന്ന് കല്യാണം വിളിച്ചതല്ലേ. ഈ വീട്ടിലൊരു കല്യാണം നടക്കാനുള്ളപ്പോ അവരൊക്കെ ഇവിടെ വരേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലാന്ന്. ഈ വീട്ടിൽ അങ്ങനെ ഒരു കല്യാണം നടക്കുകയില്ല. നാട്ടുകാരുടെ മക്കളുടെ കല്യാണം കൂടി കൂടി ഞാൻ മടുത്ത്. ഒരു 100,000 ചോദ്യങ്ങളാ. മൂത്തവന് കല്യാണം ഒന്നും ആയില്ലേ, രണ്ടാമത്തിനൊന്നും ശരിയാവുന്നില്ലേ, ഇളയവനോട്ട് കൊണ്ടുവരുന്നില്ലെന്ന്. ഒന്നും അല്ലെങ്കിൽ നാട്ടുകാർക്ക് നാണം വേണ്ടേ? ദേ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഒരു കല്യാണം നടക്കാതെ ഞാൻ ഒരു കല്യാണത്തിനും വരത്തില്ല 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 വരത്തില്ല. നിങ്ങൾ കല്യാണത്തിന് പോയില്ലേ? അല്ല കല്യാണത്തിന് പോണില്ല അച്ഛാ? നിന്റെ അമ്മ വരുന്നില്ല. അതെന്താ? ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അച്ഛനെ കൂട്ടിന്ന് പോകും. അത് പറ്റില്ല. പറ്റത്തില്ലല്ലേ? അതേ ഞാൻ പോയി പെണ്ണാണ്ട പെണ്ണല്ലേ, അവളുടെ കല്യാണത്തിന് പോയി സദ്യ ഉണ്ടെന്നത് നാണക്കേടാണോ അച്ഛാ? നാണക്കെട്ടവനെ, നീ കണ്ട പെണ്ണ് തന്നെയാണോ അത്? ഈ നാട്ടില് ഏത് കല്യാണത്തിന് പോയാലും ഞങ്ങളുടെ മകൻ അരവിന്ദൻ കണ്ട പെണ്ണേ ഉള്ളൂ അല്ലേ? അതെ, ഈ കെട്ട് കെട്ട് കെട്ടെന്നങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കിട്ടണ്ടേ? നീ വല്ല സ്ത്രീശാപം വല്ലാണോ? സ്ത്രീശാപം വല്ലവരുടെ ഒന്നും അല്ല, എന്റെ തന്നെയാ. നിനക്കൊക്കെ 3 നേരം വെച്ച് മുഴുങ്ങി തരുന്നില്ലേ? ആ അങ്ങോട്ടാ, അതിന്റെ ശാപം നിനക്കൊക്കെ അനുഭവിച്ചു. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛാ, എനിക്കുണ്ട് ഈ സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ. എന്താ നിന്റെ സ്വപ്നം? സ്വപ്നം നല്ല മുടി വേണം, തിരുവാതിര കളിക്കണം, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്. അത് തിയററ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല അത് പാടേം വേണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പെണ്ണ് ഹോമിയോ മരുന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഹോമിയോ ഹോസ്പിറ്റലിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതിന് എത്തിക്സ്. വെറുതെ അല്ല നീ ഇങ്ങനെ നിന്നുപോയത്. അപ്പൊ അച്ഛൻ പറഞ്ഞു തരണം എന്താ? ഹോമിയോ മരുന്ന് കണ്ടുപിടിച്ച ഹാനുമാൻ എന്താ പൊട്ടറ? ഹനുമാനോ? അമ്മ ഉദ്ദേശിച്ച ആളല്ല. ഇവിടെ ആരെ ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വന്നല്ലോ. ഇനി ഇത് മാത്രമേ ഉള്ളോ? കറിയൊന്നുമില്ലേ? ഇനി ഇവന്റെ കല്യാണം കഴിയാതെ ഇവിടെ വേറെ ആരും ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ ഇന്നും പട്ടിണി. എടാ മോനെ അരവിന്ദ, നീ ഇതിനകത്തുനിന്ന് ഒരെണ്ണം കണ്ണടച്ചെടുത്ത്. കണ്ണടച്ചെടുത്ത്. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല. എടാ മാട്രിമോണി കയറി നോക്കടാ, എത്ര സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാന്നറിയാവോ? പിന്നെ നീ എടുത്ത് എനിക്ക് കണ്ട ഇത് കൊള്ളാം, സുന്ദരി പെണ്ണ. കൊള്ളാം, നല്ല കുട്ടി, അമ്പിളി, അനീര നക്ഷത്രം, അടൂര്. ഇനി 5ലോ 6ലോ ആ നമ്പർ തുടങ്ങി കഴിഞ്ഞാൽ ശുഭം. നീ നമ്പറിലൊന്ന് വിളിച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കും. ഇത് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ മാത്രം ഉറപ്പിച്ചാ പോരാ, അവരും കൂടി ഉറപ്പിക്കണ്ടേ? എടാ അതെല്ലാം നടക്കൂടാ. അച്ഛൻ വെറുതെ ഇരിക്കുവാന്നോ? ഹലോ, ഇതെന്തെല്ലാരും സാഡായിട്ടിരിക്കണേ? ഈ ഫോട്ടോ പരിപാടി നിർത്താറായില്ലേ? നീ കാരണം ഇപ്പൊ ഞങ്ങക്ക് ഫുഡ് കിട്ടണല്ലോടാ. ഞാനാണ് ഫുഡ് ഉണ്ടാക്കണത്. നിനക്ക് വേറെ വല്ല പണിയില്ലാന്നുണ്ടെങ്കിൽ ആ ഫോണെ ഞാൻ കുത്തിപ്പിടിച്ച് അപ്പുറത്തെ പോയി കിടക്കാം. മുതമോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ചുമ്മാ ഞാൻ കുഞ്ഞാ വർത്താനം പറഞ്ഞു വന്നേക്കല്ലോ കേട്ടോ, പറഞ്ഞേക്കാം. അതിന് അവൻ കല്യാണം കഴിക്കണേ അവൻ തീരുമാനിക്കണം. 5-6 പെണ്ണാണെങ്കിലും ഞാനും പോയതാ. ഒരുമാതിരി പെണ്ണിനെ കാണാത്ത നോട്ടവും കുറെ ഇന്റർവ്യൂ. അവനുള്ളതല്ലേ പറഞ്ഞേ? ചെറിയ വായിൽ നീ വലിയ വർത്താനം പറയാൻ നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊരു ചേട്ടനാണ്. ഞാനും. നിർത്ത്, അവൻ പറഞ്ഞാലും കാര്യമില്ലേ? നീ ചുമ്മാ പോകുന്നിടത്തല്ല കണ്ടമാനം ഡിമാൻഡും മുടിയും പാട്ടും അവന്റെ തിരുവാതിരയും, പിന്നെ എങ്ങനെ നടക്കാനാ? പണ്ടത്തെ കാലത്തൊക്കെ തറവാട്ടിലെ അമ്മാവന്മാരാ കല്യാണം തീരുമാനിക്കുന്നത്. അതൊക്കെ പണ്ട്. അല്ലടാ, അതൊന്നും അല്ലടാ, പണ്ടത്തെ കാലത്തെ മരുമക്കളുടെ കാര്യം നടത്തുന്ന അമ്മാവന്മാരാ. ഈ കല്യാണത്തിന്റെ അന്ന് താലി ഇങ്ങനെ കിട്ടുന്ന സമയം തല കുനിച്ച് നിന്നിട്ട് 4ാമത്തെ ദിവസമായി തല ഇങ്ങനെ ഒന്ന് പൊക്കി ഞാൻ ഈ മനുഷ്യന്റെ മുഖമെന്ന് കണ്ടത്. അത് തലയ്ക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാടാ നിങ്ങളുടെ കുഴപ്പം. എന്തോ കുഴപ്പമെന്നേ പറയുന്നേ?
പണ്ട് വാരയിലെ സദ്യ ഒന്നും ഇപ്പൊ പേപ്പറിലായി. പണ്ട് എല്ലാവരോടും ചേർന്ന് സദ്യ ഉണ്ടാക്കി ഇപ്പൊ അത് കേറ്ററിംഗ് ആയി. പണ്ട് കവറിലിട്ടായിരുന്നു ഇപ്പൊ ഗൂഗിൾ പേ ആയി. എന്താ കുഴപ്പം? ഗാനമേള മാറി മറ്റെന്തോ DJ ആയി. ഗുരുത്വമില്ലല്ലോടാ. പിന്നെ DJ-ലല്ലേ കുരുത്തിരിക്കണേ. എൻ്റെ അമ്മ ഇപ്പൊ ചെക്കനും പെണ്ണൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കണേ. തല കുനിച്ചിരിക്കണ കാലൊക്കെ കഴിഞ്ഞ്. ഇവിടെ ഒരു സംസ്കാരമൊക്കെ വേണ്ട. കല്യാണം തന്നെ ഒരു സംസ്കാരമില്ലാത്ത പരിപാടിയാണ്. കുറേ ചടങ്ങുകൾ. ഒരു കൂട്ടർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, താലി കെട്ടുന്നു, സദ്യ കഴിക്കുന്നു, വയറ് കാണുന്നു, കൊച്ചുണ്ടാവുന്നു. എൻ്റെ അപ്പ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ എല്ലാരും ഡേറ്റിങ്, ലിവിങ് ടുഗദർ, ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ്. നിനക്ക് അങ്ങനെയല്ലേ നോക്കിവിടാ. കല്ലൂർ സ്റ്റേഡിയത്തിനപ്പുറത്ത്. എടാ നമ്മുടെ വംശം നിലനിർത്തണ്ട. പിന്നെ വംശം നിലനിർത്താൻ നമ്മളെന്ത് സിംഹപാലം കുറെ. നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞ കറക്റ്റാടാ. എന്ത്? കറക്റ്റ് സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിലൊരു 3 പിള്ളേർ ഓടി കളിച്ചാൽ. മൂന്നാ എന്താ കുറഞ്ഞു പോയാ? വംശം നിലനിർത്തണ്ടേ? എടാ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ജനസംഖ്യ ഭയങ്കര കൂടുതലാ. ഇനി അതിന് കൂടെ 3 പിള്ളേരെന്നൊക്കെ പറഞ്ഞു. നീ എന്താ പറയുന്നത്? അച്ഛാ, ഒരു പിതാവ് ഒരിക്കലും ഇത്രയും സ്വാർത്ഥരാകാൻ പാടില്ല. അച്ഛന്റെ കാര്യത്തിൽ ഈ നിബന്ധനകളൊന്നും ഇല്ലായിരുന്നല്ലോ. എടാ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ജനസംഖ്യ ഭയങ്കര കുറവാ. അപ്പൊ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല ഉത്തരവാദിത്തങ്ങളില്ലേ? അത് ഞാൻ നിറവേറ്റിയതാ. അച്ഛനാണ് അതിന്റെ കോൺട്രാക്ട് എടുത്ത്. മതി മതി മതി. ഞാനൊരു കാര്യം പറയാം. നീ ആ കോളേജിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അറിയാണ്ട് അത് ചെറിയ പിള്ളേർ വുമൻസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ. അതാവുമ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാണ്. ഉപദേശം അല്ല പിന്നെ ഇവൻ കെട്ടിട്ടോണ്ട് ഞങ്ങൾക്കൊക്കെ കെട്ടാൻ. ഞങ്ങൾക്കാ? ഏത് ഞങ്ങൾക്ക്? ജിമ്മിന് കേട്ടണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് സെറ്റിൽ ആവാൻ. അല്ല കല്യാണം ഒന്നും വേണ്ട, കുട്ടികളും വേണ്ട. എടാ നിനക്ക് കെട്ടണം, നീ പോയി കെട്ടണം. നീ എന്തിനാ ഇതൊക്കെ എന്നെ പിടിച്ച് വലിച്ചിരുന്നു? നീ എന്തിനാണ് കിടന്ന് കാരണം? അല്ല ഞാൻ കാറും വഴിയെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ എന്നെ എന്തിനാ വലിച്ചിരുന്നു? ഞാൻ കെട്ടാണ്ട് നിങ്ങൾ രണ്ടുപേരും കെട്ടാൻ പോണില്ല കേട്ടാ. എന്റെ ദൈവമേ, എന്റെ 3 മക്കളും ഇങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ. അമ്മിണി നീ ഒന്ന് സമാധാനപ്പെട്. ഉമ്മിണി ആ ഫോണൊന്നും എടുക്കാൻ പാടില്ലേ? എൻ്റെ അപ്പ അതൊരു സീൻ കോളാണ്. സീൻ കോളാ? ആ അത് ചുമ്മാ വെറുതെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കണാന്ന്. എടാ ആ ഫോൺ എടുത്തൊന്ന് അറ്റൻഡ് ചെയ്യാ. അപ്പൊ ഒന്ന് പടിയായപ്പാ. വടിയാവാനാ? എന്ത് വടിയാവാനായിട്ട്? അതേടാ ഞാനൊക്കെ വടിയായിട്ട് വേണമല്ലോ നിനക്ക് ഇവിടെ തോന്നി അതും കാണിക്കാനായിട്ട്. ഇനി ഇതിപ്പോ ആരുടെ കോളാണാവോ? എൻ്റെ അപ്പ കോളൊന്നല്ല, ആരോ കോളിംഗ് ബെൽ അടിച്ചാ. പോയി നോക്ക്. ആരാ? അക്കുന്റെ വീടല്ലേ? ഇത് അക്കുന്റെ വീടൊന്നുമല്ല, ഇത് എന്റെ വീടാ. മോളേതാ? ഒരു മിനിറ്റ്. മാപ്പ് ഇങ്ങോട്ടാണല്ലോ കാണിക്കുന്നത്. ഇത് അക്കുന്റെ വീട് തന്നെ. മോളെ ഞാൻ മോളോടല്ലേ പറഞ്ഞത് ഇത് എന്റെ വീടാ. മോളെ എവിടുന്നാ? അക്കു മാറിക്കോളും. എടി നീ എവിടേക്കാണ് തള്ളിക്കേറി പോണേ? എടി അവിടെ നിൽക്കാൻ. ഒരു മിനിറ്റ് ഒന്ന് വിളിച്ചേ. അയ്യോ അയ്യോ അവിടെ നിക്കണേ. എടി എടി അക്കു പോണു. അയ്യോ എടാ മക്കളെ, എടാ വീട്ടില് കള്ളം കയറിയടാ. എടാ കള്ളൻ, എടാ ഓടി വാടാ. എടാ വീട്ടില് കള്ളം കയറി, ഓടി വാടാ. ആരോട് തന്നെ കള്ളൻ? കള്ളി വീട്ടിൽ ഏതായാലും ഒച്ചപ്പാടും പാടോ. ഈ സമാധാനം തരരുത്, നിയമസഭയാ. ഇതാരത്? അച്ഛൻ ഈ ബാഗൊക്കെ ആയിട്ട് അവിടെ പോണ്. ഇത് അച്ഛൻ്റെ ആരാ? ഇതെങ്ങനെ അതിൽ വന്നു? ഇത് മറ്റേ ഇന്നലെ അച്ഛൻ പായസം കുടിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞില്ലേ ഒരു ചെറുത ആഗ്രഹം പറഞ്ഞു. വെൽക്കം സിസ്റ്റർ. ഓ അച്ഛൻ ഇത്ര നാൾ ജീവിതത്തിൽ നാടകം കളിക്കായിരുന്നല്ലേ? ഉടഞ്ഞു പോയച്ചാ, വിഗ്രഹം ഉടഞ്ഞു പോയി. അമ്മേ അച്ഛന്റെ ജാരസന്ധേനെ കാണുന്നുണ്ടെങ്കിൽ വാ. എടാ അതെ 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 ഒരു മിനിറ്റ്. തനിക്ക് വന്നേ. പിടി പിടി. അക്കോടെ ഏത് കൂ? അക്കു എടാ പിടിയടാ അവളെ. അറിയക്കൂ കൂടോ മണ്ട. കിട്ടിയില്ലേ? അക്കു നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ എത്ര നേരം ഞാൻ വിളിക്കുന്നത്? ആകാശ്